പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 41 ആദ്യ ദിവസം അവസാനിച്ചിരിക്കുന്നു. റസൽമേനിയ 41 ആദ്യ ദിവസം അവസാനിച്ചപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഏക ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോൾ ഹേമൻ റോമൻ റീൻസിനെയും CM പങ്കിനെയും ഒരൊറ്റ ദിവസം കൊണ്ട് ചതിച്ചു, അതുപോലെ തന്നെ ഇവരുടെ ശത്രുവായ സെത്ത് റോളിൻസിൻ്റെ കൂടെ പോൾ ഹേമൻ ചേരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം റസൽമേനിയ 41 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ എന്താണ് നടന്നത് എന്നുള്ളത് നോക്കാം. അതികിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് 3 പേരും ഇങ്ങനെ റിങ്ങിൽ കിടക്കുന്ന ഒരു സമയത്താണ് പോൾ ഹേമൻ സ്റ്റീൽ ചെയർ എടുത്തിട്ട് റോമനാണോ പങ്കിനാണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു രീതിയിൽ മധ്യഭാഗത്ത് വന്നിട്ട് പങ്കിൻ്റെ കയ്യിലേക്ക് ആ ഒരു സ്റ്റീൽ ചെയർ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് റോമനെ അടിക്കാൻ ആവശ്യപ്പെടുന്നു. അടിക്കാൻ ഓങ്ങുന്ന പങ്കിനെ ലോബോൾ ചെയ്തുകൊണ്ട് പോൾ ഹേമനെ ആദ്യം ചതിക്കുന്നു. പിന്നീട് റോമനോട് പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി റോമൻ റീൻസ് സ്റ്റീൽ ചെയർ എടുത്തുകൊണ്ട് പങ്കിനെ അടിക്കുന്നു. 1-2 അടിച്ചതിന് ശേഷം പിന്നീട് റോമനോട് സെത്തിനെ ആക്രമിക്കാൻ പറയുന്നു. അങ്ങോട്ടേക്ക് തിരിഞ്ഞ റോമൻ റീൻസിനെ ലോബിളോ കൊടുത്തുകൊണ്ട് ഹേമൻ റോമനെയും അവിടെ വെച്ച് ചതിക്കുന്നു. പിന്നീട് സ്റ്റീൽ ചെയർ സെത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് സെത്തിനോട് അടിക്കാൻ പറയുന്നു. സെത്ത് റോമനെ സ്റ്റീൽ ചെയർ കൊണ്ട് ഒരടി കൊടുക്കുന്നു. പിന്നീട് കെർബ് സ്റ്റോമ്പ് ഉപയോഗിച്ച് മത്സരത്തിൽ പിൻഫോളിലൂടെ വിജയിക്കുന്നതുമാണ് സെത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തരമൊരു എൻഡിംഗ് ആണ് റസൽമേനിയ 41 ആദ്യ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സെത്തിൻ്റെ കൂടെ പോൾ ഹേമൻ എന്തുകൊണ്ട് ചേർന്നു, അതുപോലെ തന്നെ CM പങ്കിനെയും റോമൻ റീൻസിനെയും പോൾ ഹേമൻ എന്തുകൊണ്ട് ചതിച്ചു, അതിൻ്റെ ഒരു ചർച്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോൾ ഹേമനും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും തമ്മിലുള്ള അവരുടെ ആ ഒരു കണക്ഷനാണ് നമുക്ക് ആദ്യത്തിലെ പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഹേമൻ CM പങ്ക് തുടങ്ങിയവരുടെ സ്റ്റോറി എങ്ങനെയാണുള്ളത് നോക്കാം. അത് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ഒരു സ്റ്റോറിയായിരുന്നു. CM പങ്കിൻ്റെ ഏറ്റവും വലിയൊരു ടൈറ്റിൽ റൺ നടന്ന സമയത്ത് CM പങ്കിൻ്റെ കൂടെ പോൾ ഹേമൻ ഉണ്ടായിരുന്നു. അന്നേ CM പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്യുന്ന സമയത്ത് പോൾ ഹേമൻ തൻ്റെ കൂടെ വേണം എന്നുള്ളത്. ആ ഒരു സഹായമാണ് റസൽമേനിയ 41 മെയിൻ ഇവൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് CM പങ്ക് പോൾ ഹേമനോട് ചോദിച്ച ആ ഒരു ഫേവർ. ഇതിനെ ചൊല്ലി ചില പ്രശ്നങ്ങൾ റോമൻ റീൻസ് പോൾ ഹേമൻ തുടങ്ങിയവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹേമൻ പങ്ക് തുടങ്ങിയവർ റസൽമേനിയ 41 ഒരുമിച്ച് വരാനുള്ള ഒരു കാരണം അത് ഈ ഒരു ഫേവറിനെ തുടർന്നാണ്. ഇനി റോമൻ റീൻസ് പോൾ ഹേമൻ തുടങ്ങിയവരുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ റീൻസിൻ്റെ ഏറ്റവും പവർഫുൾ ക്യാരക്ടർ നിലവിൽ ചെയ്ത ട്രൈബൽ ചീഫ് ക്യാരക്ടറാണ്. അതിന് ഒരു ബേസ് ആയിട്ടുള്ളത് വൈസ്മാൻ എന്നറിയപ്പെടുന്ന പോൾ ഹേമൻ ആയിരുന്നു. പോൾ ഹേമൻ റോമൻ റീൻസിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഈ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ആരംഭിക്കുന്നതും അല്ലെങ്കിൽ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് റോമൻ റീൻസ് എത്തുന്നത്. അപ്പോൾ റോമൻ റീൻസിനെ ഇത്രയും പവർഫുൾ ആക്കി കാണിച്ചത് ഹേമനും കൂടെ ഉള്ള ഒരു സമയത്താണ് എന്നുള്ളതും ഇവരുടെ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം അടുപ്പമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഇതേ ഒരു കണക്ഷൻ സെത്തുമായിട്ട് പോൾ ഹേമന് ഇല്ല. മിക്കവാറും സെത്തിന് എതിരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു പോൾ ഹേമൻ്റേത്. അതായത് ബ്രോക്കിനെതിരെ സെത്ത് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് അന്ന് ബ്രോക്കിൻ്റെ കൂടെയായിരുന്നു ഹേമൻ ഉണ്ടായിരുന്നത്. റോമനും സെത്തും സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പോൾ ഹേമൻ റോമൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ സെത്തിന് എതിരെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പോലും ഇപ്പോൾ ഇതാ സെത്തിൻ്റെ കൂടെ ചേരാൻ പോൾ ഹേമൻ തീരുമാനിച്ചതിന് ഏക ഉത്തരമേ ഉള്ളൂ. പോൾ ഹേമൻ എപ്പോഴും വില്ലന്മാരുടെ മാനേജറായിട്ടേ വരാറുള്ളൂ. അദ്ദേഹം ഒരിക്കലും നായകൻ ടൈപ്പ് സ്റ്റോറി ചെയ്യുന്നവർക്ക് ഒപ്പം നിൽക്കാറില്ല. ഇപ്പോൾ ഈ സ്റ്റോറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റോമൻ റീൻസ് CM പങ്ക് തുടങ്ങിയവരുടെ കഥാപാത്രങ്ങൾ നായകന്മാർക്ക് തുല്യമാണ്. റോമൻ റീൻസിൻ്റെ കഥാപാത്രം നായകൻ്റെയും വില്ലിൻ്റെയും മധ്യഭാഗത്താണെങ്കിൽ CM പങ്കിൻ്റെ കഥാപാത്രം പൂർണ്ണമായും നായകൻ ടൈപ്പാണ്. ആ നായകൻ ടൈപ്പുള്ള CM പങ്കിൻ്റെ കൂടെ പോൾ ഹേമൻ വന്നാൽ അത് CM പങ്കിൻ്റെ ക്യാരക്ടറിനോ പോൾ ഹേമൻ്റെ ക്യാരക്ടറിനോ ഗുണം ചെയ്യില്ല. റോമൻ റീൻസിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഏകദേശം ഡൗൺ ആക്കി അവർ കൊണ്ടുവരികയാണ്. കാരണം റോമൻ റീൻസിൻ്റെ നിലവിൽ അദ്ദേഹം ഒരു OTC എന്ന് സ്വയം അവകാശപ്പെടുന്നു എന്നല്ലാതെ റോമൻ റീൻസിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വലിയ സംഘമില്ല. റോമൻ റീൻസിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റ് ഹാൻഡ് ജെ ഊസോ ഇല്ല, ജിമ്മി ഇല്ല, അതുപോലെ തന്നെ മറ്റ് അംഗങ്ങൾ ആരുമില്ല. അപ്പോൾ റോമൻ റീൻസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർഫുൾ ക്യാരക്ടർ നഷ്ടപ്പെട്ടു വരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പഴയ വില്ലത്തരങ്ങൾ മാറ്റി ഇനി പഴയ അദ്ദേഹത്തിൻ്റെ ആ ഒരു നായകൻ ടൈപ്പിലേക്ക് തിരികെ പോയാലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ പോൾ ഹേമൻ്റെ ആവശ്യമുള്ളതായിട്ട് റോമൻ റീൻസിന് തോന്നുന്നില്ല. അപ്പോൾ റോമൻ റീൻസിൻ്റെ കഥാപാത്രത്തിന് പോൾ ഹേമന് ആവശ്യമില്ല എന്നുള്ളൊരു സന്ദർഭം വന്നതുകൊണ്ട് തന്നെ റോമൻ റീൻസിൻ്റെ അടുത്തേക്കും പോൾ ഹേമന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. നായകൻ ടൈപ്പിലേക്ക് മാറുന്ന റോമൻ റീൻസിന് പോൾ ഹേമൻ്റെ സഹായം ആവശ്യമില്ലാതായി. അവിടെ സെത്തിൻ്റെ കൂടെ ചേരാം എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഇനി അങ്ങോട്ട്
പോൾ ഹേമന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാരണം കൂടിയുണ്ട്. പോൾ ഹേമൻ CM പങ്കിൻ്റെ കൂടെ പോയാൽ റോമൻ പങ്ക് ഇവരുടെ സ്റ്റോറി ഇനിയും മുന്നോട്ട് പോകും. ഇനി റോമൻ റെയിൻസിൻ്റെ കൂടെ നിന്നാലും പങ്ക് റോമൻ ഇവരുടെ ശത്രുത ഇനിയും മുന്നോട്ട് പോകും. അപ്പോൾ ഈ രണ്ട് പേരും തനിക്ക് ഒരു ഗുണകരമായിട്ടുള്ള ഒരു ചോയ്സ് അല്ല. ഈ രണ്ട് പേരും തന്നെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കിയ പോൾ ഹേമൻ സെത്തിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കാരണം സെത്ത് പോൾ ഹേമനെ ഒറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ സെത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരിക്കലും ഒഴിവാക്കില്ല എന്നുള്ള ഒരു സ്വബോധയം പോൾ ഹേമന് ഉണ്ടായതായി അവർ ഇനി വരുന്ന പ്രൊമോസിൽ പറഞ്ഞേക്കാം. ഇതേ കാരണങ്ങൾ കൊണ്ടാണ് താൻ സെത്തിൻ്റെ കൂടെ ചേർന്നത് എന്നുള്ളതും റോമനെയും പങ്കിനെയും ചതിച്ചത് എന്നുള്ളതും പോൾ ഹേമൻ ഇനി വരുന്ന വീക്കിലി എപ്പിസോഡിലൂടെ വെളിപ്പെടുത്തിയേക്കാം. അപ്പോൾ വില്ലന്മാരുടെ കൂടെ നിൽക്കുന്ന പോൾ ഹേമൻ ഇനി അങ്ങോട്ട് മെഗാ വില്ലനാക്കി കാണിക്കാൻ പോകുന്നത് പണ്ടത്തെ അതോറിറ്റിയിലൊക്കെ നമ്മൾ കണ്ട മെഗാ വില്ലനായ ഷീൽഡിൻ്റെ ഗ്രൂപ്പിനെ ബ്രേക്ക് ചെയ്ത അതേ വില്ലനായ സെത്ത് റോളിൻസിൻ്റെ കൂടെയുള്ള ആ ഒരു ക്യാരക്ടറായിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും കിടിലമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് റസൽമേനിയ 41 ഇന്നത്തെ ദിവസത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ദിവസത്തിൽ ഇനി കിടിലൻ സ്റ്റോറി ലൈനുകൾ ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും പോൾ ഹേമൻ സെത്ത് റോളിൻസിൻ്റെ കൂടെ ചേർന്നത് അതേ സമയം തന്നെ റോമൻ റെയിൻസിനെയും പങ്കിനെയും ലോ ബ്ലോ കൊടുത്തുകൊണ്ട് ചതിച്ചത് അത് വലിയ ചർച്ചകൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. പഴയ പോലെ നല്ല നല്ല സ്റ്റോറി ലൈനുകൾ ട്രിപ്പിൾ എച്ച് കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ പിന്നെയും WWE തിരികെ കൊണ്ടുവരുന്നുണ്ട്. CM പങ്ക്, റോമൻ റെയിൻസ് തുടങ്ങിയവരെ പോൾ ഹേമൻ ചതിച്ചതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.